ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോസഫ് എം ജുറാൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയാണ് ഈ കൊടുക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വാളിറ്റി ഗുരു. ജോസഫ് എം ജുറാൻ്റെ ഫിലോസഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഇതാണ്: ഫിറ്റ്നസ് ഫോർ യൂസ്. നമ്മളൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ അത് ഫിറ്റ്നസ് ഫോർ യൂസ് ആയിരിക്കണം. എന്താണോ ആ പ്രോഡക്റ്റിൻ്റെ ഉദ്ദേശം, എന്തുദ്ദേശത്തോടെയാണോ അത് നിർമ്മിച്ചത്, അതിന് ഫിറ്റായിട്ടിരിക്കണം. അല്ലെങ്കിൽ കസ്റ്റമറുടെ ആഗ്രഹം എന്താണോ അതിന് ഫിറ്റായിട്ടിരിക്കണം. അപ്പോൾ പർപ്പസ് എന്താണോ ആ പർപ്പസിന് ഫിറ്റായിട്ടുള്ള ഒന്നായിരിക്കണം ഡെലിവർ ചെയ്യേണ്ടത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കോട്ട്സാണ്. അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ് ഇത്. അതായത് 80% ഓഫ് പ്രോബ്ലംസ്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം 20% ആണ്. അപ്പോൾ നമ്മളത് പേരറ്റോ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയും. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത്രയും കോൺട്രിബ്യൂഷൻസ് ആണ് നമുക്ക് ജുറാൻ്റെ നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ കസ്റ്റമർ, ദെൻ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി, ദെൻ ക്വാളിറ്റി ട്രൈലോഗി, ജുറാൻസ് 10 സ്റ്റെപ്പ്, ദെൻ ബ്രേക്ക് ത്രൂ കൺസെപ്റ്റ്, ദെൻ പേരറ്റോ പ്രിൻസിപ്പിൾ. ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ കസ്റ്റമർ. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. കസ്റ്റമർ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണലും ഉണ്ട്, ഇൻറ്റേർണലും ഉണ്ട്. എക്സ്റ്റേണൽ കസ്റ്റമർ എന്ന് പറയുന്നത് എൻഡ് പ്രോഡക്റ്റ് എന്താണോ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് എക്സ്റ്റേണൽ കസ്റ്റമർ എന്ന് പറയുന്നത്. അവർ കമ്പനിക്ക് പുറത്തുള്ള ആൾക്കാരാണ്. ഇൻറ്റേർണൽ കസ്റ്റമർ എന്ന് പറയുന്നത് കമ്പനിക്കകത്തുള്ള എംപ്ലോയീസിനെയാണ് ഇൻറ്റേർണൽ കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിക്കകത്തുള്ള ഓരോ സെക്ഷനും, ഒരു റോ മെറ്റീരിയലിൽ നിന്ന് ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് വരെ എത്തുന്നു, അതിനിടയ്ക്കുള്ള ഓരോ സെക്ഷനും ഓരോ കസ്റ്റമേഴ്സാണ്. ഫോർ എക്സാമ്പിൾ, സപ്ലയേഴ്സിൽ നിന്ന് റോ മെറ്റീരിയൽ സ്വീകരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവരാണ് ഫസ്റ്റ് കസ്റ്റമർ വരിക. ദെൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പാർഷ്യലി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പോകുന്നു. ദെൻ അവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പാർഷ്യലി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആ പ്രോഡക്റ്റിൻ്റെ ഓരോ സ്റ്റേജിലും ആ പാർഷ്യലി ഡെവലപ്ഡ് പ്രോഡക്റ്റിനെ സ്വീകരിക്കുന്ന ആൾക്കാരെല്ലാം കസ്റ്റമേഴ്സാണ്. അവരെല്ലാം ഇൻറ്റേർണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ്. അപ്പോൾ അതാണ് ഈച്ച് പേഴ്സൺ എലോങ് ദ ചെയിൻ ഫ്രം പ്രോഡക്റ്റ് ഡിസൈനർ ടു ഫൈനൽ യൂസർ ഈസ് എ സപ്ലയർ ആൻഡ് എ കസ്റ്റമർ. ദെൻ ജുറാൻ്റെ അടുത്ത കൺസെപ്റ്റാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. അത് നമ്മൾ ഈ മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണും. ക്വാളിറ്റിക്ക് വേണ്ടിയുള്ള കോസ്റ്റ്, അതിനെ 3 തിരിച്ചു: പ്രിവെൻഷൻ കോസ്റ്റ്, അപ്രൈസൽ കോസ്റ്റ്, ഫെയിലിയർ കോസ്റ്റ്. പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതായത് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യത, ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ, ലോസസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ, അപ്പോൾ അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എഫേർട്ട്, അതിനു വേണ്ടിയുള്ള കോസ്റ്റ്. മീൻസ് എംപ്ലോയീസിന് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാകാം, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാകാം, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ ഇൻവെൻറ്റ് ചെയ്യുന്നതാകാം, ഡിസൈൻ ചെയ്യുന്നതാകാം, പുതിയ കാര്യങ്ങൾ ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് മാറാനായി പുതിയ ടൂളുകൾ സ്വീകരിക്കുന്നതാകാം, പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതാകാം. അപ്പോൾ അതെല്ലാം ഈ പ്രിവെൻഷന് വരും. അപ്പോൾ പ്രിവെൻറ്റീവായിട്ട് ഒരു എക്യുപ്മെൻറ്റ് റൺ ചെയ്യുന്നുണ്ട്. ആ എക്യുപ്മെൻറ്റ് ഫ്യൂച്ചറിൽ ഫെയിൽ ആകാതിരിക്കാൻ വേണ്ടി അതിന് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ക്വാളിറ്റി എവിടെയൊക്കെ നഷ്ടപ്പെടാം, എവിടെയൊക്കെ ലോസസ് ഉണ്ടാകാം, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി എടുക്കുന്ന കാര്യങ്ങൾ, മുൻകൂട്ടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് പ്രിവെൻറ്റീവ്. അതിനുവേണ്ടി ചിലവാക്കുന്ന കോസ്റ്റ്, ദാറ്റ്സ് പ്രിവെൻറ്റീവ് കോസ്റ്റ്. ഇതിന് അടുത്തതാണ് അപ്രൈസൽ. അപ്രൈസൽ എന്ന് പറയുമ്പോൾ റണ്ണിങ് കണ്ടീഷനാണ്. റണ്ണിങ് കണ്ടീഷനിൽ എന്താണോ ഒരു കമ്പനിയുടെ ഗോൾ, ആ ഗോൾ അനുസരിച്ചാണോ, അല്ലെങ്കിൽ എന്താണോ ടാർജറ്റ്, നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്താണോ അതനുസരിച്ചാണോ ഓരോ കാര്യങ്ങളും പോകുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ചെയ്യണം, ക്വാളിറ്റി കൺട്രോൾ ടൂൾസ് വേണം, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് വേണം, നമ്മുടെ ഫെയിലിയേഴ്സ് എത്രയുണ്ട്, അതുപോലെ പ്രോഫിറ്റ് എങ്ങനെയുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും മെഷർ ചെയ്തുകൊണ്ട് എന്താണ് കറൻ്റായിട്ടും ഓരോ പ്രോസസ്സിൻ്റെയും സ്റ്റാറ്റസ്
മീൻസ് ക്വാളിറ്റി കൂടിയ രീതിയിലാണോ, എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണോ ഓരോ പ്രോസസ്സും നടക്കുന്നത്, അല്ലെങ്കിൽ ബിലോ ആവറേജ് രീതിയിലാണോ നടക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. റണ്ണിങ്ങിലായിട്ടുള്ള ഓരോ കേസിലും, അതായത് ഒരു ഇൻഡസ്ട്രിയിൽ റണ്ണിങ് കണ്ടീഷനിൽ അവിടെ ക്വാളിറ്റി ഉദ്ദേശിച്ച രീതി തന്നെയാണോ പോകുന്നത് എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിനു വേണ്ടി ഉള്ള കോസ്റ്റിനെയാണ് അപ്രൈസൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഫെയിലിയർ. ഫെയിലിയർ മീൻസ് നഷ്ടമാണ്, ലോസ് ആണ്. മീൻസ് ഒരു പ്രോഡക്റ്റ് അത് കറക്റ്റായിട്ടുള്ള സ്പെക്കിൽ, ഫീച്ചേഴ്സിൽ അല്ലാതെ വന്നു, ഡിഫക്റ്റീവായിട്ട് വന്നു, അപ്പോൾ അത് കമ്പനിക്ക് നഷ്ടമാണ്. ഇനി അതല്ല, ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിൽ എത്തിക്കഴിഞ്ഞ് അത് വാറണ്ടി പീരീഡിൽ തന്നെ അത് ഫെയിലിയറായി മാറി, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഫെയിലിയേഴ്സ് ഉണ്ടായി. അപ്പം അത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് ഫെയിലിയർ ആവുന്നത് മൂലം ഉണ്ടാകുന്ന കോസ്റ്റ്, ദാറ്റ്സ് ഫെയിലിയർ കോസ്റ്റ്. അപ്പോൾ ഫെയിലിയർ കോസ്റ്റിൽ സ്ക്രാപ്പ്, റീവർക്ക്, കറക്റ്റീവ് ആക്ഷൻസ്, വാറണ്ടി ക്ലെയിംസ്, കസ്റ്റമർ കംപ്ലയിൻസ്, ദെൻ ലോസ് ഓഫ് കസ്റ്റമർ, ഇതെല്ലാം ഈ ഫെയിലിയർ കോസ്റ്റിനകത്ത് വരും. അപ്രൈസൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസിൽ ക്വാളിറ്റി ഉദ്ദേശിച്ച രീതിയിലാണോ പോകുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇൻസ്പെക്ട് ചെയ്യണം, കംപ്ലയിൻസ്, ഓഡിറ്റിങ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇപ്പോൾ കസ്റ്റമറിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കണം, എംപ്ലോയീസിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉള്ള കോസ്റ്റ്, ദാറ്റ്സ് അപ്രൈസൽ. ദെൻ പ്രിവെൻഷൻ മീൻസ് ഫ്യൂച്ചറിൽ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി മുൻകൂട്ടി ചെയ്യുന്നത് എന്താണോ, ദാറ്റ്സ് പ്രിവെൻഷൻ. അപ്പോൾ അതിൽ ട്രെയിനിങ്ങൾ വരും, പ്രിവെൻറ്റീവായിട്ട് ഓഡിറ്റിങ്ങൾ വരും, ദെൻ പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻസ് വരാം, പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഈ പ്രിവെൻഷൻ കോസ്റ്റിൽ വരാം. ദെൻ അടുത്താണ് ക്വാളിറ്റി. അതിനെ 3 ജുറാൻ കാണുന്നു. അപ്പോൾ അത് ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ, ലാസ്റ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. ഇപ്പോൾ ഒരു ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഒരു ഇൻഡസ്ട്രിയിൽ വരണമെങ്കിൽ ആദ്യം എന്താണ്, ഏത് ലെവലിലാണ് ഓരോ കാര്യങ്ങളും നീങ്ങേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യണം. ദെൻ അതിനെ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ദെൻ ലാസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യണം. ഒരു പടിയും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ക്വാളിറ്റി പ്ലാനിങ്ങിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു. ഒരു കമ്പനി ഒരു ഗോൾ സെറ്റ് ചെയ്തു, ആ ഗോളിലേക്ക് അല്ലെങ്കിൽ ഒരു വിഷൻ സെറ്റ് ചെയ്തു, ആ വിഷനിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ എത്തിച്ചേരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഏതൊക്കെ മെത്തേഡ്സ്, ഏതൊക്കെ രീതിയിൽ പ്രോസസ്സ് ചെയ്യാം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യുന്നു. ദെൻ അതിന് ശേഷം ആ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കുന്നുണ്ടോ എന്നുള്ളത് റണ്ണിങ് കണ്ടീഷനിൽ ചെക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് ക്വാളിറ്റി കൺട്രോളിൽ വരിക. ദെൻ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പം ഇനി നിലവിലുള്ളതിനെ ഒന്നുകൂടെ ഇമ്പ്രൂവ്, അതിനൊരു സ്കോപ്പ് ഫോർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തുക. ദെൻ പുതിയ കാര്യങ്ങൾ വീണ്ടും ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് കമ്പനി ഒന്നും കൂടെ ഒരു പടി ക്വാളിറ്റി ഉയർത്തുക. അപ്പോൾ അതാണ് ജുറാൻ ക്വാളിറ്റിയെ 3 തിരിച്ചിരിക്കുന്നത്. ക്വാളിറ്റി പ്ലാനിങ്ങിൽ വരുന്നത് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു. ആരാണ് കസ്റ്റമർ, ഇൻറ്റേർണലും എക്സ്റ്റേണൽ കസ്റ്റമർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് കസ്റ്റമറുടെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ പ്രോഡക്റ്റിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, ഏത് പ്രോഡക്റ്റ് ഇറക്കണം, എങ്ങനെയുള്ള പ്രോഡക്റ്റ് ഇറക്കണം, ഏത് മാർക്കറ്റിൽ ഇറക്കണം, ആ പ്രോഡക്റ്റ് നിർമ്മിക്കാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം തുടങ്ങി എല്ലാ കാര്യങ്ങളും, ഒരു ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് രീതിയിലേക്ക് പോകാൻ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ കസ്റ്റമർ തന്നെ മാർക്കറ്റിൽ ഏത് കസ്റ്റമറിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണം ഇറക്കാൻ, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണം ഇറക്കാൻ. അവർക്ക് അഫോർഡബിൾ അല്ലാത്ത പ്രോഡക്റ്റാണ് ഇറക്കുന്നതെങ്കിൽ തന്നെ അവിടെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് മാത്രമല്ല, കസ്റ്റമറുടെ ഫീഡ്ബാക്കിലൂടെയും ക്വാളിറ്റി കൂട്ടാം. അപ്പം അതുകൊണ്ട് ക്വാളിറ്റി ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ളത് പ്ലാൻ ചെയ്യണം. ദെൻ ക്വാളിറ്റി കൺട്രോൾ. അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ
അതേ ട്രാക്കിൽ തന്നെ കാര്യങ്ങൾ പോകണം. അപ്പോൾ വേരിയേഷൻസ് എവിടെയൊക്കെ വരാം, ആ വേരിയേഷൻസിനെ കണ്ടെത്തുന്നു, വേരിയേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ അതുപോലെ വേരിയേഷൻസ് എവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു. ദെൻ അതോടൊപ്പം തന്നെ ഓരോ പ്രോസസ്സ്, അതിൽ ഓരോ മെത്തേഡ്സ്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതിൽ ഉണ്ടാകുന്ന ഫെയിലിയർ റേറ്റ് എങ്ങനെ, ലോസസ് എങ്ങനെ എന്നൊക്കെയുള്ളത് അസസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പുണ്ട് നിലവിലുള്ളതിനെ ഒന്നും കൂടെ അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ, അല്ലെങ്കിൽ അതിലൊരു ചേഞ്ച് വരുത്താൻ, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി മാറ്റിയിട്ട് പുതിയൊരു മെത്തേഡ് സ്വീകരിക്കാൻ ഒക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അത്തരത്തിൽ ക്വാളിറ്റി കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാളിറ്റി പ്ലാനിങ് ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് ദ പ്രോഡക്ട്സ്, സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ്. ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിന് മുമ്പ് ഏത് പ്രോഡക്റ്റ്, ഏത് കസ്റ്റമർ, പ്രോഡക്റ്റ് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, ആ പ്രോഡക്റ്റ് എങ്ങനെയൊക്കെ നിർമ്മിക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു. ഉദ്ദേശിക്കുന്ന ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി ഉണ്ടാകും. ആ ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു. ദെൻ ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റണ്ണിങ് കണ്ടീഷനിലെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്ത് അതനുസരിച്ച് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പയർ പെർഫോമൻസ് വിത്ത് ഗോൾസ്. ഇപ്പോൾ കമ്പനി ഒരു ഗോൾ സെറ്റ് ചെയ്തു, ആ ഗോളിലേക്ക് തന്നെയാണോ റണ്ണിങ്ങിൽ ക്വാളിറ്റി പോകുന്നത്? മീൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടാർഗറ്റ് വാല്യൂ ഉണ്ടാകും, ടാർഗറ്റ് വാല്യൂ അനുസരിച്ചാണോ പോകുന്നത്, അതോ വേരിയേഷൻസ് ഒരുപാടുണ്ടോ, ഫെയിലിയേഴ്സ് ഒരുപാടുണ്ടോ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിനിമം ലോസസ് ഉണ്ടാകും, അതിനേക്കാളും കൂടുതലാണോ ലോസസ് ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ട് അതനുസരിച്ച് ക്വാളിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എടുക്കുന്നു. ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ നമുക്കവിടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലാകാം, മെത്തേഡ്സിലാകാം, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിലാകാം, അങ്ങനെ എവിടെയൊക്കെയാണോ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് സാധ്യതയുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടെത്തുന്നു, അതനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പോകുന്നു. ദെൻ ഫോർ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ള 4 സ്ട്രാറ്റജീസാണ്: റിപ്പയർ, റിഫൈൻമെൻറ്റ്, റിനോവേഷൻ, റീഇൻവെൻഷൻ. റിപ്പയർ എന്ന് പറഞ്ഞാൽ കേടാണെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തില്ലെങ്കിൽ നമുക്കവിടെ കമ്പനിയിൽ ഒരു മെഷീൻ കേടായി എങ്കിൽ അത് ഫിക്സ് ചെയ്തില്ലാത്ത കേസിൽ അത് പ്രൊഡക്ഷനെ ബാധിക്കും. സോ ലെറ്റ്സ് ഫിക്സ് ഇറ്റ്. അടുത്തതാണ് റിഫൈൻമെൻറ്റ്. റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് എ പ്രോസസ് ദാറ്റ് ഈസ് ഇൻ ബ്രോക്കൺ. അതായത് ഒരു പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ പ്രോസസ്സിന് കുഴപ്പമൊന്നുമില്ല, എന്നിരുന്നാലും അതിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നു. ദാറ്റ്സ് റിഫൈൻമെൻറ്റ്. ദെൻ റിനോവേഷൻ. ഇനി നമ്മളൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് സ്വീകരിച്ച് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ആ മെത്തേഡിൽ പുതിയ ടെക്നോളജീസ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു, അതാണ് റിനോവേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് റീഇൻവെൻഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഓവർ വിത്ത് എ ക്ലീൻ സ്ലൈറ്റ്. നിലവിലുള്ള മെത്തേഡിനെ തന്നെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു മെത്തേഡ് സ്വീകരിക്കുന്നു. ദാറ്റ്സ് റീഇൻവെൻഷൻ. ഇത്രയും ഈ 4 hours, ഈ 4 ഡിഫറെൻറ്റ് സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിൽ സ്വീകരിക്കുക. ഒരു പ്രോസസ്സ് മൂലം നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ ആ പ്രോസസ്സ് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇനി ആ പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ല എങ്കിൽ അതിലെന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇനി ആ ഒരു പ്രോസസ്സിൽ പുതിയ ഇന്നൊവേഷൻസ്, പുതിയ ടെക്നോളജികൾ നമുക്കതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് അത് കൂടുതൽ അതിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ദാറ്റ്സ് റിനോവേഷൻ. ദെൻ ലാസ്റ്റ് ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മെത്തേഡ് അത് ഗ്ലോബൽ ഡിമാൻഡ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ്സിനെ മീറ്റ് ചെയ്യാത്തൊരു കേസാണ് വരുന്നതെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു മെത്തേഡിലേക്ക് അഡോപ്റ്റ് ചെയ്യണം. ദെൻ ഡ്യൂറാൻസ് 10 steps ആണ്. ഫസ്റ്റ് വൺ, ബിൽഡ് അവയർനെസ് ഓഫ് ദ നീഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെൻറ്റ്.
അപ്പോൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്തിനു വേണ്ടിയാണ്, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുള്ള ഗുണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ് എല്ലാവർക്കും ഉണ്ടാകണം. കാരണം ഈ രീതിയിൽ പോയാൽ മതി എന്ന കാറ്റഗറിയിലാണ് എല്ലാവരും നിൽക്കുന്നതെങ്കിൽ അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. മീൻസ് ടൈമിനനുസരിച്ചുകൊണ്ട് പുതിയ ടെക്നോളജികൾ സ്വീകരിക്കാതെ ആ കമ്പനി സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായൊരു അവബോധം അത് എംപ്ലോയീസിനായാലും മാനേജ്മെൻറ്റിനായാലും എത്തണം. എന്താണ് ഓപ്പർച്യൂണിറ്റി, ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്, എന്തിന് ഇമ്പ്രൂവ് ചെയ്യണം, അതിൻ്റെ നീഡ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവണം. ദെൻ സെറ്റ് ഗോൾസ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഗോളുകൾ സെറ്റ് ചെയ്യണം. അതായത് ഇത്ര വർഷം കഴിയുമ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തണം, നമ്മുടെ ക്വാളിറ്റി ഇങ്ങനെ എത്തണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒരു ഗോൾ സെറ്റ് ചെയ്യണം. എസ്റ്റാബ്ലിഷ് പ്ലാൻസ് ഫോർ റീച്ചിങ് ദ ഗോൾസ്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യണം, ആ ഗോളിൽ എങ്ങനെ എത്തിച്ചേരണം അതിനുള്ള പ്ലാനുകൾ സെറ്റ് ചെയ്യണം. ദെൻ ഓർഗനൈസ് ടു റീച്ച് ഗോൾസ്. ആ ഗോളിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ, മീൻസ് ക്വാളിറ്റി കൗൺസിൽ പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെ കമ്പനി ഉദ്ദേശിക്കുന്ന ആ ഗോളിലേക്ക് എത്തിച്ചേരാം. അപ്പം അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് സ്വീകരിക്കണം. അതിന് എക്സാമ്പിളാണ് ക്വാളിറ്റി കൗൺസിൽ. മീൻസ് ഒരു ഓർഗനൈസേഷൻ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഓരോ വ്യക്തികൾ അവരെടുത്തുകൊണ്ട് അവർ ഗ്രൂപ്പായിട്ട് ചേർന്ന് ഒരു ടീമായിട്ട് ചേർന്ന ഒന്നാണ് ക്വാളിറ്റി കൗൺസിൽ. അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിറ്റി കൗൺസിൽ ആ കമ്പനിയുടെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഡിസിഷൻ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നിലവിലുള്ള സിസ്റ്റത്തിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതും ഈ ക്വാളിറ്റി കൗൺസിൽ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് കമ്പനി ഉദ്ദേശിച്ച ഗോളിലേക്ക് എത്തുന്നു. കാരണം കമ്പനി ഉദ്ദേശിക്കുന്ന എന്താണോ ആ ഒരു ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് അതിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നു. അതിൽ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ്, എറൈസ്ഡ് ആവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ, ബാരിയേഴ്സ് അതിനെയെല്ലാം കണ്ടെത്തി റിമൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ സെറ്റ് ചെയ്യുന്നു. ദെൻ പ്രൊവൈഡ് ട്രെയിനിങ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു TQM പോലെയുള്ള ഒരു മെത്തേഡ് സ്വീകരിക്കുമ്പോൾ കമ്പനിയിലുള്ള ടോപ്പ് മുതൽ ബോട്ടം ലെവൽ വരെയുള്ള എല്ലാ ആൾക്കാർക്കും പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ്, ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം എന്താണ് TQM, എങ്ങനെയാണ് ഒരു ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് പോവുക. പഴയൊരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ഒരു കാറ്റഗറിയിൽ ഒരു ലെവലിൽ നിൽക്കും, എംപ്ലോയീസ് വേറൊരു ലെവലിൽ നിൽക്കും. പക്ഷെ TQM എന്ന് പറയുമ്പം എവരി വൺസ് ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ സ്ട്രാറ്റജി സ്വീകരിക്കുമ്പോൾ അതനുസരിച്ച് ഓരോ വ്യക്തികളും ട്രെയിൻഡ് ആയിരിക്കണം. നെക്സ്റ്റ്, ക്യാരി ഔട്ട് പ്രോജക്റ്റ് ടു സോൾവ് പ്രോബ്ലംസ്. അപ്പോൾ അവിടെ നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുന്നു. പുതിയ പ്രോബ്ലംസിലൂടെ ആയിരിക്കും ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ, പുതിയ ഇൻവെൻഷൻസ് കണ്ടെത്തുക. ദെൻ ടാക്കിൾ ദ ക്രോണിക് പ്രോബ്ലംസ് ദാറ്റ് ഹൗ ബീൻ കമ്മിങ് ഇൻ ദ വേ ഓഫ് കമ്പനി പ്രോഗ്രസ്. ഇപ്പോൾ കമ്പനിയുടെ പ്രോഗ്രസ്സിലുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള പ്രോബ്ലങ്ങൾ, നിലവിലുള്ള പ്രോബ്ലംസ്, ഇതെല്ലാം മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി പുതിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നു. അപ്പോൾ ആ പ്രോജക്റ്റ് ചെയ്യുന്നതിലൂടെ പുതിയ പ്രോബ്ലംസുകൾ കണ്ടെത്തിയിട്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നു. അപ്പോൾ ആ സൊല്യൂഷൻസ് കണ്ടെത്തുന്നുള്ള ഗുണം എന്താണ്? ഫ്യൂ പ്രോബ്ലംസ് ദാറ്റ് ക്രിയേറ്റ് ദ ബ്രേക്ക് ത്രൂ ഇൻ ക്വാളിറ്റി. അപ്പോൾ ഓരോ പ്രോബ്ലംസും അതിനൊരു സൊല്യൂഷനോ കണ്ടെത്തുന്നത് വഴി പുതിയ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഐഡിയാസ്, എങ്ങനെ ക്വാളിറ്റി കൂട്ടാം, അല്ലെങ്കിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലൊരു മാറ്റം എങ്ങനെ വരുത്തിക്കഴിഞ്ഞാൽ മാക്സിമം എഫിഷ്യൻ്റ് ആകാം എന്നുള്ളതൊക്കെ ഈ പ്രോബ്ലം സ്റ്റഡി ചെയ്യുന്നതിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നു. സോ ഫ്യൂ പ്രോബ്ലംസ് ദാറ്റ് ക്രിയേറ്റ് ദ ബ്രേക്ക് ത്രൂസ് ഇൻ ക്വാളിറ്റി ബൈ റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് ഇംപ്രൂവിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കമ്പനി ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. അപ്പോൾ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഔത്തിൽ നിന്ന് കിട്ടും. പുതിയ രീതിയിൽ എങ്ങനെ ചെയ്യാം, പുതിയ രീതിയിൽ ചെയ്താൽ അതെങ്ങനെ മാക്സിമം വേസ്റ്റ് മിനിമൈസ് ചെയ്യാം, മാക്സിമം പ്രൊഡക്ടിവിറ്റി കിട്ടാം,
കസ്റ്റമറിനെ മാക്സിമം ഹാപ്പി ആക്കാമെന്നൊക്കെ ഉള്ളത് കിട്ടാം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിലൂടെ പുതിയ പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ദെൻ റിപ്പോർട്ട് പ്രോഗ്രസ്. അപ്പോൾ അവിടെ പ്രോഗ്രസ് എക്സ്പെക്റ്റഡ് ആൻഡ് ആക്ച്വൽ പ്രോഗ്രസ് അച്ചീവ്ഡ്. ഒരു സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റസ് എന്താണ്. ഒരു കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗോൾ ഉണ്ടാകും. അപ്പോൾ ഗോളും അതുപോലെ കറൻ്റ് ആയിട്ടുള്ള കമ്പനിയുടെ സ്റ്റാറ്റസ് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രോഗ്രസ് എന്നുള്ളത് ഓരോ ഇൻസ്റ്റൻറ്റിലും മെഷർ ചെയ്യുന്നു. ദെൻ ആ ഒരു പ്രോഗ്രസ് വളരെ കുറവാണ്, മീൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ കമ്പനി വെച്ചിരിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് എത്തുന്നത് വളരെ കുറവാണ് എങ്കിൽ ദെൻ അതനുസരിച്ചുള്ള ആക്ഷൻസ് ടു ഇംപ്രൂവ് ദ സ്റ്റാറ്റസ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ്. ദെൻ 7th പോയിന്റ്, ഗീവ് റെക്കഗ്നീഷൻ. ഓരോ എംപ്ലോയീസിനെയും റെക്കഗ്നൈസ് ചെയ്യുക, അവർ ചെയ്യുന്ന വർക്കിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അവർ എംപവർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു കൺസെപ്റ്റ്. റെക്കഗ്നീഷൻ ഈസ് എ മീൻ ഓഫ് പ്രൊവൈഡിങ് മോറലെ to both those involved in the improvement activity and all others in an organization. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാകാം, സുപ്പീരിയേഴ്സ് ഉണ്ടാകാം, മാനേജർ പോസ്റ്റിലുള്ളവരുണ്ടാകാം. സോ അവർ ചെയ്യുന്ന ഓരോ വർക്കും അപ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്ത് അവരെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് അവർ ചെയ്ത വർക്കിന് അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൂടുതലും കമ്പനിക്ക് പ്രോഫിറ്റ് ആയിട്ട് വരും. റെക്കഗ്നീഷൻ റെജുവനേറ്റ്സ് ദ സ്പിരിറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അപ്പം ഇത്തരത്തിൽ ഓരോ വ്യക്തികളും ചെയ്യുന്ന വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അത് അവരുടെ ഉള്ളിൽ തന്നെ കൂടുതൽ വർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ പുതിയ പുതിയ പ്രോബ്ലംസ് അവർക്ക് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റാണ്. അപ്പം അത്തരത്തിൽ പുതിയ പ്രോബ്ലംസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഇന്നോവേഷൻസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ദെൻ 8th പോയിൻ്റാണ് കമ്മ്യൂണിക്കേറ്റ് റിസൾട്ട്. ഇപ്പോൾ ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ കമ്പനി അച്ചീവ് ചെയ്തു, അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായി, അങ്ങനെയെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യുന്നു, എംപ്ലോയീസുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കൾച്ചർ ബിൽഡ് ചെയ്യുന്നു. അവർക്ക് തന്നെ ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്, അപ്പോൾ അതുമൂലം നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടായി, നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ള ഒരു രീതിയിൽ എംപ്ലോയീസിലേക്ക് അത് എത്തിക്കുമ്പോൾ അവരിൽ തന്നെ ഒരു റെക്കഗ്നൈസ് ചെയ്ത് അവർ ചെയ്യുന്ന വർക്കിൽ ഒരു റെക്കഗ്നീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടു ബി ഷെയർഡ് ടു ക്രിയേറ്റ് ആൻ അവെയർനെസ്. അപ്പോൾ ഇത്തരത്തിൽ കമ്പനിയുടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ അത് ഷെയർ ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിന് തന്നെ ഒരു സ്പിരിറ്റ് ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യാനും കൂടുതൽ കമ്പനിയെ ബെറ്റർ ആക്കാനും. ദെൻ 9th പോയിൻ്റാണ് കീപ് സ്കോർ. അപ്പോൾ ഓരോ ഗോളും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ പുതിയ ഗോൾ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കമ്പനി ക്വാളിറ്റി കൂട്ടി എന്താണോ ആ ഒരു വിഷൻ, കമ്പനിയുടെ എന്താണോ വിഷൻ, ആ വിഷനിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എ കമ്പനീസ് ഗോൾസ് ആർ അച്ചീവ്ഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈച്ച് സ്റ്റെപ്പ് ടേക്സ് ഇറ്റ് നിയറർ ടു ദ ടാർഗറ്റ്. ഇപ്പം എന്താണോ കമ്പനിയുടെ ടാർഗറ്റ്, എന്താണോ ആ വിഷൻ, ആ വിഷനിലേക്ക് എത്തിച്ചേരാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് ഫൈനലായിട്ടുള്ള എൻഡ് റിസൾട്ടിലേക്ക് എത്തിച്ചേരണം. ഇപ്പോൾ കമ്പനിയിൽ ഒരു പുതിയ സ്ട്രാറ്റജി സ്വീകരിച്ചു, അപ്പോൾ അതുമൂലം കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, ദെൻ എഗെയിൻ പുതിയ കാര്യം സ്വീകരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഇമ്പ്രൂവ് ചെയ്താണ് ടോപ്പ് 1 എന്ന കാറ്റഗറിയിലേക്ക് മാറുന്നത്. ദെൻ 10th പോയിന്റ്, മെയിൻറ്റെയിൻ മൊമെൻറ്റം. പുതിയ കാര്യം സ്വീകരിച്ചു അല്ലെങ്കിൽ പുതിയ രീതികൾ സ്വീകരിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം, ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തുകൊണ്ട് പോകണം. സസ്റ്റെയിനിങ് ദെയർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ആൻ ഇമ്പ്രൂവ്മെൻറ്റ് ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മളൊരു ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ ആ ഒരു മൊമെൻറ്റം എംപ്ലോയീസിനായാലും മാനേജേഴ്സിനായാലും
ആ ഒരു ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ നിരന്തരം വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ബോധ്യം. അപ്പോൾ ആ ഒരു മൊമെൻറ്റം അത് കീപ്പ് ചെയ്തുകൊണ്ടേ പോകണം. അത് നെവർ എൻഡിങ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ അത്തരത്തിൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് വഴി ഫ്യൂച്ചറിൽ കമ്പനി ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ആ ലോങ് ടൈം ഗോൾ അല്ലെങ്കിൽ ആ വിഷൻ എന്താണോ അതിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു മൊമെൻറ്റം, ഇപ്പോഴുള്ള ആ ഒരു മൊമെൻറ്റം, ആ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അച്ചീവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ഫൈനലായിട്ടുള്ള ഗോളിലേക്ക് എത്തിച്ചേരുന്നു. ദെൻ ഡ്യൂറാൻ്റെ അടുത്ത കൺസെപ്റ്റാണ് ബ്രേക്ക് ത്രൂ കൺസെപ്റ്റ്. ബ്രേക്ക് ത്രൂ കൺസെപ്റ്റ് പറയുന്നത് ജേർണി ഫ്രം സിംറ്റം ടു കോസ് ആൻഡ് കോസ് ടു റെമഡി. എന്താണ് ഒരു കമ്പനിയിലുള്ള സിംറ്റംസ്? ആ സിംറ്റംസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഫെയിലിയർ ഉണ്ടാകാനുള്ള സിംറ്റംസ് ആകാം, അല്ലെങ്കിൽ പ്രോസസ്സ് അത് പ്രോപ്പറായിട്ട് പോകാതെ നഷ്ടമുണ്ടാകുന്ന സിംറ്റംസ് ആകാം. എന്തായാലും എന്താണോ ആ സിംറ്റം, ആ സിംറ്റത്തിനെ കണ്ടെത്തി അതിന് സിംറ്റം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള റെമഡി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം അത്തരത്തിൽ റെമഡി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഫെയിലിയേഴ്സ്, ലോസസ് ഒഴിവാക്കാൻ സാധിക്കുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ അടുത്ത കോൺട്രിബ്യൂഷനാണ് പെരറ്റോ പ്രിൻസിപ്പിൾ. പെരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 20% 80% ഓഫ് ദ പ്രോബ്ലംസ്. അതിന് കാരണം 20% ആണ്. അതായത് ഒരു കമ്പനിയിലെ 80% പ്രോബ്ലംസിൻ്റെയും മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് 20% ആണ്. ആ 20% പ്രോബ്ലംസിനെ കണ്ടെത്തി അതിന് വേണ്ട ഒരു റെമഡി പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ്സ് പെരറ്റോ പ്രിൻസിപ്പിൾ. അപ്പോൾ ആ 20% പ്രോബ്ലംസ്, മേജറായിട്ടുള്ള ആ പ്രോബ്ലംസിനെ കണ്ടെത്തുക ആണ് പെരറ്റോ പ്രിൻസിപ്പിൾ പറയുക. 80% of the problems are the result of 20% of the problems. Organizations should concentrate their energy on eliminating the vital sources that cause the majority of problems. അപ്പോൾ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ മജോറിറ്റി ആയിട്ടുള്ള പ്രോബ്ലംസിനും കാരണക്കാരാകുന്ന ആ 20% പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്യുക, അത് എലിമിനേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതാണ് പെരറ്റോ പ്രിൻസിപ്പിൾ പറയുക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ അടുത്ത ക്വാളിറ്റി ഗുരുവായ ഫിലിപ്പ് ബി ക്രോസ്ബി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.